ഡീസൽ വില വർധനവിൽ പ്രതിഷേധവുമായി ബസ് ഉടമകൾ തലശ്ശേരി ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ മാർച്ചും ധർണയും നടത്തി. പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ധർണാ സമരം നഗരസഭാ ചെയർമാൻ കാരായി ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. ഡീസൽ വില വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധിച്ചാണ് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ബസ് ഉടമകൾ തലശ്ശേരി ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണാ സമരം നടത്തിയത്. പുതിയ ബസ് സ്റ്റാൻഡിനടുത്തുള്ള ഓഫീസ് പരിസരത്തു നിന്നും പ്രകടമായി എത്തിയാണ് ധർണ നടത്തിയത്. നഗരസഭാ ചെയർമാൻ കാരായി ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. KSRTC കേരളത്തിൽ നടപ്പാക്കുമ്പോൾ പ്രൈവറ്റ് ബസ് ഓണേഴ്സ് അസോസിയേഷനും ഒരു പൊതുഗതാഗതത്തിന്റെ പരിഗണന കൊടുത്തുകൊണ്ടാണ് കേരളത്തിൽ ഒരു നയം രൂപീകരിച്ചത്. KSRTC നമുക്ക് സർക്കാരിൻ്റെ ഒരു പൊതുഗതാഗതമാണ്. പക്ഷേ പ്രൈവറ്റ് ബസ് എന്ന് പറയുന്നത് പൊതുവായി ഒരു തൊഴിൽ മേഖലയും കൂടിയാണ്. ആ തൊഴിൽ മേഖലയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്ന പ്രൈവറ്റ് ബസ്സിനെ എല്ലാ കാലത്തും പിന്തുണച്ചു പോകുന്നു. അതുകൊണ്ട് ഇപ്പോൾ ബസ് ഓണേഴ്സ് അസോസിയേഷൻ പറയുന്ന കാര്യം, ഡീസലിൻ്റെ വില വർധനയെ ചെറുക്കാൻ സബ്സിഡി കൊടുത്തുകൊണ്ട് ഈ വ്യവസായത്തെ സഹായിക്കണം, സർക്കാർ താങ്ങുണ്ടാവണം. ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം തന്നെയാണ്. സർക്കാർ എല്ലാ വിഭാഗം ജനങ്ങളിലേക്കും ഇടപെടാൻ ഉത്തരവാദിത്തമുണ്ട്. സംഘടനാ പ്രസിഡന്റ് കെ വേലായുധൻ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി കെ ഗംഗാധരൻ, മറ്റ് ഭാരവാഹികളായ TP പ്രേമനാഥൻ, K പ്രേമാനന്ദൻ, NP വിജയൻ, MK ചന്ദ്രൻ, K ദയാനന്ദൻ, KK ജിനചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. പൊതുഗതാഗതം നടത്തുന്ന സ്വകാര്യ ബസ്സുകളെ ഡീസൽ വില വർധനവിൽ നിന്നും ഒഴിവാക്കുക, വിദ്യാർത്ഥികളുടെ കൺസെഷൻ നിരക്ക് വർദ്ധിപ്പിക്കുക, KSRTCയിൽ വനിതകൾക്ക് യാത്രാ സൗജന്യം അനുവദിക്കുമ്പോൾ നഷ്ടത്തിലാകുന്ന സ്വകാര്യ ബസ് വ്യവസായത്തെ സംരക്ഷിക്കുക തുടങ്ങി ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. ന്യൂസ് സൈറ്റ് തലശ്ശേരി. നിങ്ങളുടെ വീട് നിങ്ങളുടെ അഭിമാനം, ഒപ്പം ഞങ്ങളുടെയും. വീടും പരിസരവും പ്രകൃതിയുടെ വൈവിധ്യം കൊണ്ട് സമ്പന്നമാക്കാൻ ടണൽ ആഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി. ബോൺസായി, ഓർണമെന്റൽ, എക്സോട്ടിക്, ഇൻഡോർ, ഔട്ട്ഡോർ ഫ്രൂട്ട് പ്ലാന്റുകളുടെ വിപുലമായ ശേഖരം. ലാൻഡ്സ്കേപ്പിംഗ്, ഡിസൈനിംഗ് ആൻഡ് ഗാർഡനിംഗ് രംഗത്ത് വിദഗ്ധരുടെ സേവനം. ഇനി നിങ്ങളുടെ പൂന്തോട്ടം മനസ്സുപോലെ മനോഹരം. The biggest nursery in Kannur district since 1997, approved by Government of Kerala.